ഹായ് ഗൈസ്, അങ്ങനെ കുറേ നാളായി കഴുകാതെ എൻ്റെ ഈ ഒരു വണ്ടി ഇന്ന് ഞാൻ കഴുകാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഷാമ്പാണ്. ഈ രണ്ട് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കഴുകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നല്ല അഴുക്കലുണ്ട് ഗൈസ്. അപ്പോൾ നല്ലോണം ഓയിലെല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റമ്പെന്നെല്ലാം. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തി കഴുകി വൃത്തിയാക്കി. ഇതിനായി ഞാൻ ഒരു ബക്കറ്റ് വെള്ളം മാത്രമേ ഈ ഒരു വണ്ടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഒരു ബക്കറ്റ് വെള്ളം ആ രണ്ട് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു വണ്ടി കഴുകാൻ പോകുന്നത്. ആദ്യം വെള്ളം ഉപയോഗിച്ച് വണ്ടി ഒന്ന് ഫുള്ള് നനച്ചെടുത്തു. അതിനുശേഷം ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നനഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഷാമ്പു ഉപയോഗിച്ച് ആ ഒരു അഴുക്ക് കഴുകി കളയാൻ പറ്റും ഗൈസ്. അങ്ങനെ ആദ്യത്തെ ഷാമ്പു ഉപയോഗിച്ച് കഴുകൽ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഷാമ്പു തേച്ച് കൊടുക്കണം ഗൈസ്, എന്നാലേ ആ ഒരു ചളിയെല്ലാം കറക്റ്റായിട്ട് പോകുമല്ലോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്നും വാഹനങ്ങൾ വാഷ് ചെയ്യുന്നത് ഒരു മടുപ്പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഗൈസ്. ഈ എഞ്ചിൻ്റെ ഈ ഒരു ഭാഗമെല്ലാം കഴുകുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മളെ കൈ മുറിഞ്ഞു പോകും. വളരെ ഷാർപ്പായിട്ടുള്ള പീസുകളുണ്ട് ഈ എഞ്ചിൻ കേസിൻ്റെ ഭാഗത്തുള്ള. ടാങ്ക് കവറും സീറ്റ് കവറെല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മാറ്റാനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. പലപ്പോഴും മാറ്റണം എന്ന് വിചാരിക്കാറുണ്ട് ഗൈസ്. അപ്പോഴൊക്കെ എന്തെങ്കിലും തരത്തിൽ തിരക്കായി അത് ഒഴിവാക്കി പോകാറാണ് പതിവ്. അങ്ങനെ ഏകദേശം മുകളിലെ ഭാഗങ്ങളെല്ലാം വാഷ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. പിന്നെ ഈ മിററിനെല്ലാം നല്ല ചളി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ രാത്രി ഒന്നും കാണുന്നൊന്നുണ്ടായിട്ടാ. ഇതൊന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ നമുക്ക് അടിഭാഗത്തുള്ള ഭാഗം കഴുകാൻ തുടങ്ങാം. അടുത്തത് ഞാനിപ്പോൾ ഷാമ്പുട്ട ഭാഗമെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാൻ പോയിരുന്നു. ഇതൊക്കെ കഴുകിക്കളഞ്ഞാൽ നമുക്ക് അടിഭാഗത്ത് എഞ്ചിൻ്റെ ഭാഗവും ടയറും അതെല്ലാം കഴുകിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ ഷാമ്പു ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഷാമ്പും കൂടി ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാമത്തെ ഷാമ്പു ആണ് ഗൈസ്. 2 ഷാമ്പു മതി ഗൈസ് ഒരു ബൈക്ക് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കാം. നമ്മളെ ബൈക്ക് സർവീസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഷാമ്പുവും ഏകദേശം കയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഷോക്ക് അബ്സർവർ ഉണ്ട് ഗൈസ്. ഇതിനാണ് നല്ലോണം അഴുക്കില്ലത്. ഓയിലെല്ലാം വലിച്ചിട്ട് പൊടിയെല്ലാം പിടിച്ചിട്ട് നല്ല അഴുക്ക് പിടിച്ചിട്ടായിരുന്നു. ഇത് നമുക്ക് വരച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഇത് ഇനി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം ഗൈസ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ റിസൾട്ട് ഇതാണ് ഗൈസ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.